നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വലിയൊരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ സീക്രട്ട് എന്താണ് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആനക്കഥകൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ. സമ്മാനമായിക്കോട്ടെ, പട്ടാഭിഷേകമായിക്കോട്ടെ, അതേപോലെ തന്നെ പ്രായിക്കര പാപ്പാൻ, അങ്ങനെ ഒരുപാട് ആനകളുടെ കഥകൾ പറഞ്ഞ ഒരുപാട് സിനിമകൾ മലയാളത്തിലുണ്ട്. അതേപോലെ ആന എങ്ങനെയാണ് സിനിമയിൽ ഒരാളെ ചവിട്ടിക്കൊല്ലുന്നത്, എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള സീക്വൻസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയാണ് ആനയുടെ കാല് വെച്ചിട്ട് ഒരാളുടെ ദേഹത്തേക്ക് ചവിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ്. ആനക്കാല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്കൊരു തെർമോക്കോൾ വേണം. തെർമോക്കോൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഇഞ്ചിന്റെ 1 ഇഞ്ചിന്റെ ഒന്നും വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ബ്ലോക്കായിട്ട് കിട്ടുന്ന തെർമോക്കോൾ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് വർക്ക്. അപ്പൊ ആ ബ്ലോക്കായിട്ട് കിട്ടുന്ന തെർമോക്കോള് നമുക്ക് ആലപ്പുഴ, കൊച്ചിയിൽ നിന്നും ആലപ്പുഴയ്ക്ക് ഇടയ്ക്കായിട്ട് മായിത്തറ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടൊരു തെർമോക്കോളിന്റെ ഫാക്ടറി ഉണ്ട്. അവിടെയാണ് നമ്മൾ ബ്ലോക്കായിട്ട് കിട്ടുന്ന ആ തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും. കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യം പ്രമാണിച്ച് കസ്റ്റമേഴ്സിന് പ്രവേശനമില്ല. പിന്നെ നമ്മളെങ്ങനെ മേടിക്കും നോക്കാം അല്ലേ? മാസ്ക് വെച്ചോണ്ടോ. ഒന്നര സൈസ് 4 അടി ഹൈറ്റിലൊരു തെർമോക്കോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അതേപോലെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ മതിൽ ഇടിച്ച് എങ്ങനെയാണ് ആൾ ഉള്ളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മതിലിടിച്ച് വണ്ടി എങ്ങനെയാണ് മതിലിടിച്ച് തെറിപ്പിക്കുന്നത്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബ്രിക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോക്കോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് തന്നെ മേടിക്കുന്നുണ്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക്.
യാത്രയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു, ഞാനും ജോബിനും മാത്രമേ ഉള്ളൂ ഈ കുമ്പഴാൻകുറി എന്ന ചാനലിൽ ഇപ്പോൾ എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കലാകാരന്മാർ നമ്മുടെ വീടുകളിലുണ്ട്. അപ്പോൾ ആ കലാകാരന്മാരുടെ അടുത്തേക്കുള്ള യാത്രയാണ്. പ്രിയപ്പെട്ട സഞ്ജയ് എന്ന് പറയുന്ന ഒരു കലാകാരനുണ്ട്. അപ്പോൾ ആ സഞ്ജയ് ആണ് ഈ ആനക്കാലൊക്കെ നിർമ്മിക്കുന്നത്. നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ആനക്കാല നിർമ്മിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബാ. നമ്മള് ചങ്ങനാശ്ശേരി തിരുവല്ല ആകുന്നില്ലേ? ചങ്ങനാശ്ശേരി തിരുവല്ല അല്ലേ? തിരുവല്ല എടുക്കുന്നു. തിരുവല്ല നമ്മള് തിരുവല്ല ആയി. നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പത്തനംതിട്ട പിന്നെ അവന്റെ വീട് എനിക്ക് മയിലാടുപാറ അങ്ങനത്തെ സ്ഥലത്താണെന്നാണ്. മയിലാടുപാറയാണെന്ന് തോന്നുന്നു താമസിക്കുന്നത്. സഞ്ജയുടെ അല്ലേ? നമുക്കേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പൊ പുതിയതായിട്ട് ചെയ്ത റോഡാണിത്. അതായത് ഇതിപ്പോ നമ്മള് കാരണം ഇപ്പൊ നമുക്ക് ഇനിയിപ്പം മറ്റേ ആ ഭയങ്കര കാരണം ഈ കടകളൊക്കെ ഒരുപാടായപ്പോ കൺജസ്റ്റഡ് ആയി ഭയങ്കരമായിട്ടായി. നമുക്ക് ഈ റോഡ് നമുക്ക് പിടിച്ചു നോക്കാം. ഈ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് നല്ല സൂപ്പർ റോഡാണ്. കേടു റോഡ്. ഇനി നമ്മള് തിരുവല്ലായിന്ന് നമ്മള് പത്തനംതിട്ട റോഡിലോട്ട് നമ്മൾ കേറുകയാണേ. പത്തനംതിട്ട റോഡ്, അതായത് കോഴഞ്ചേരി എന്നൊക്കെ പറയും. മാരാമൺ കൺവെൻഷൻ കിടക്കുന്ന കോഴഞ്ചേരി, ചെറുകോൽപ്പുഴ കൺവെൻഷൻ അങ്ങനെയൊക്കെ നടക്കുന്ന കോഴഞ്ചേരി ചെന്നിട്ടാണ് നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോകുന്നത്. നമ്മൾ കോഴഞ്ചേരിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ശരിക്കും ഇവിടുന്നൊക്കെ കൊറോണയൊക്കെ പോയെന്നാ തോന്നുന്നു അല്ലേ? ഭയങ്കര ആള്. ഞങ്ങൾ അതുപോലെ തന്നെ RT-PCR ടെസ്റ്റ് ഒക്കെ നടത്തി. അതെ, എല്ലാം സേഫ് ആയിട്ടാണ് പോകുന്നത്. അതെ, RT-PCR ടെസ്റ്റ് ഒക്കെ നടത്തിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്നു, അങ്ങനെ നമ്മളായിട്ട് ഒരു ഇതൊന്നും ഉണ്ടാകരുത്. അത് എല്ലാവരും അത് ശ്രദ്ധിക്കണം. കാരണം എന്തൊക്കെ പറയുന്ന പറയാം, നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ജീവിതവും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പോ എല്ലാം നമ്മൾ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല നമ്മളിപ്പോ ഇത് മാറും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കെയർ ചെയ്യാം നമ്മളെ. ഇപ്പൊ നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവും. അതായത് ഇപ്പം ഈ പറയുന്നതിൻ്റെ തൊട്ട് തീരെ പാവം പിടിച്ച ആൾക്കാരിലേക്കായിരിക്കും ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സഹായങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ തൊട്ട് ഇപ്പൊ DYFI ആയിക്കോട്ടെ, ഇപ്പൊ സേവാഭാരതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അല്ല, അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും സംഘടനകള് ആദ്യം സേവനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം ഈ കിറ്റുകൾ ഉൾപ്പെടെ കൊടുക്കുന്നത് ഈ പറയുന്ന സാധാരണക്കാരിലേക്കാണ്. ഈ പറയുന്ന കാശുകാർക്കോ അല്ലെങ്കിൽ ഈ പണം ഒരുപാടുള്ളവർക്കും വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ ഉള്ള ആൾക്കാർ, മിഡിൽ ക്ലാസ് ഫാമിലി, അതായത് ഇപ്പം ഒരു റേഷൻ കാർഡ്, ഇപ്പൊ ഈ പറയുന്ന എല്ലാവർക്കും കിറ്റ് കിട്ടുന്നില്ലേ, അല്ലെ റേഷൻ കാർഡിന്റെ കാര്യം പറഞ്ഞു. ഈ റേഷൻ കാർഡ് പേര് ഈ പറയുന്നതിന്റെ കൂട്ട് നമ്മുടെ നാട്ടിലാകാം, അവിടെ അച്ഛനും അമ്മയും എല്ലാവരും ഫാമിലി ആയിട്ടുണ്ടാകാം. നമ്മൾ മാറി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക്, ഇപ്പൊ എറണാകുളമോ അല്ലെങ്കിൽ ട്രിവാൻഡ്രമോ അല്ലെ ഇങ്ങനെയൊക്കെ താമസിക്കുന്ന കുറച്ച് ഈ മിഡിലായിട്ട് നിൽക്കുന്ന ഫാമിലി ഉണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കിറ്റോ ഒരു സംഭവങ്ങളോ ഒന്നും കിട്ടത്തില്ല. ഇവരെ ആരും സഹായിക്കാനും ഇല്ല. കാരണം അവന് കാറുണ്ട്, അവന് എന്തെങ്കിലും ഇതുണ്ടാവും. പക്ഷെ അവന് ജോലി ഇല്ലല്ലോ. അവന് ജോലി ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ജോലി തന്നെ സാലറി കട്ട് കളഞ്ഞ ഒത്തിരി ഭയങ്കര ഒരുപാട് പേര്, നമുക്കറിയാവുന്ന എത്രയോ ആൾക്കാര്. അപ്പം ഇവരെ ഒന്നും ആരും ഹെൽപ്പ് ചെയ്യാനോ അല്ലെ അങ്ങനെയുള്ള ഇതൊന്നും ആരും ഇറങ്ങാറില്ല. നമ്മള് ഈ പറയുന്നതിന്റെ തൊട്ട് നമ്മുടെ സൗഹൃദത്തിലുള്ള കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർ ഈ പറയുന്നതിനോട്ട് താഴെ കിടക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരിതൊന്നുമല്ല, നമ്മുടേതായിട്ടുള്ള നമ്മളെ പോലെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയിട്ട് നമുക്ക് ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചത് ലോക്ക്ഡൗൺ ഒക്കെ മാറി ഇപ്പൊ നമ്മൾ പതുക്കെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, എന്നാലും നമുക്ക് ഒന്ന് വീടുകളിലൊക്കെ ഒന്ന് പോകാം എന്നുള്ള ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീടുകളിലൊക്കെ പോകാൻ തീരുമാനിച്ചത്. തിരുവല്ലയിൽ നിന്ന് നമ്മളിപ്പോ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ 3-4 കിലോമീറ്ററേ ഉള്ളൂ കുമ്പഴയിലേക്ക്. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുമ്പഴ എവിടെയാണ് എന്നുള്ളത്. ഇതാണ് അനിലിന്റെ ബാലൻസ് ഉള്ള കുമ്പഴ. അപ്പോ അനിൽ കുമ്പഴ എന്ന് പറയുന്ന കുമ്പഴ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പം.
ഈ കാണുന്ന കട ഇത് പണ്ട് ഞാൻ നടത്തിയിരുന്ന ഒരു കടയായിരുന്നു. ഇപ്പോ എന്റെ സുഹൃത്തായിട്ടുള്ള സുഗു ആണ് ഈ കട നടത്തുന്നത്. ഇതാണ് നമ്മുടെ സുഗു എന്ന് പറയുന്നത്. ഞാൻ ആദ്യ സമയങ്ങളിൽ, അതായത് ഞങ്ങൾ കൊച്ചിയിലെ മുതലേ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് വളർന്നവരാണ്. ആരെയും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഇവനിപ്പം ലേബർ ഓഫീസിലെ സീനിയർ ക്ലർക്കാണിപ്പം. അതുകൂടാതെ ഇപ്പം ഈ ഷോപ്പ് കൊമ്പഴയിൽ ഈ ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. വലിയ മുതലാളിയൊക്കെ ആയി. ഇതാണ് ഇവൻ്റെ സെറ്റപ്പ്. ഇപ്പം നമ്മുടെ ആ ഭാഗത്ത്, അതായത് സുബുവിൻ്റെ വീട് കഴിഞ്ഞ് കുറേ ഭാഗം കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ പറയുന്ന ഈ കാലുണ്ടാക്കാനൊക്കെ ഉണ്ട്, ഈ ഡെമ്മിക്കാലുണ്ടാക്കാനൊക്കെ കൊണ്ട് നമ്മൾ നേരെ സഞ്ജയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. ആദ്യം നമുക്ക് കുറച്ച് കോറക്ലോത്ത്, അതേപോലെ തന്നെ ഫെവിക്കോൾ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ മുംബൈ വന്നു. ഇപ്പോൾ സബ്സ്ക്രൈബർ അഖിലെന്നാണ് പേര്. നമ്മൾ ഇവിടെ നിന്നാണ് കുറച്ച് SH അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കലാകാരൻ സഞ്ജയ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നാളായി ഞങ്ങൾ വർക്കൊക്കെ ചെയ്തിട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിൽ നമ്മൾ ആന ചവിട്ടിക്കൊല്ലുന്ന ആ ഒരു സീക്വൻസിൽ ആനയുടെ ഡെമ്മിക്കാല് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ വലിയ ബ്ലോക്ക് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമ്മൾ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പ്രിൻ്റ് ഔട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആനയുടെ പല പൊസിഷനിലുള്ള കുറച്ച് പ്രിൻ്റ് ഔട്ടുകൾ, ഇത് റെഫറൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് സഞ്ജയ് ഈ ആനക്കാല് നമുക്ക് തീർക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്ക്, ഓക്കെ അല്ലേ? അപ്പോൾ തുടങ്ങാൻ പരിപാടി. ഏകദേശം ഒരടി അറൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തോ, വരച്ചു റഫായിട്ട് മാർക്ക് ചെയ്യാം അല്ലേ? ഏകദേശം ആ ഒരു ഊഹം മതിയാവും. ഇത് സഞ്ജയുടെ 2 മക്കളാണ്. ഇതിന്റെ പേരെന്തോ കേട്ടോ നീ? അമൽനാഥ്. എത്ര പഠിക്കുന്നത്? 9 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോടെ പേര് അടുത്ത ആള് അമ്മയാ. ഇങ്ങോട്ട് നോക്ക് കണ്ടോ? അമ്മയാ കണ്ടോ? ആത്മാർത്ഥമായിട്ട് വർക്കിലാണ്. നോക്കി ഞങ്ങൾ ആനക്കാലിപ്പോൾ ആക്കി ഇറക്കാൻ നോക്കി. ഇപ്പൊ കളി കണ്ടോ? ഫ്ലവേഴ്സ് TV കാണുന്ന കോമഡി ഉത്സവം, അതേപോലെ തന്നെ കട്ട്റൂമ്പ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അഞ്ജലിയൻ ഇല്ലാത്ത പരിപാടിയില്ല. അഞ്ജലിയൻ എല്ലാം എഞ്ചിനീയർ. കത്തി വെച്ചിട്ട് സഞ്ജയ് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ആനയുടെ കാലിൻ്റെ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വയർ ബ്രഷാണ്.
ഈ വയർ ബ്രഷ് നമ്മൾ ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ വയർ ബ്രഷ് നമ്മൾ മേടിച്ച് നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതൊന്ന് സ്മൂത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് സഞ്ജയുടെ കലാപരിപാടികളാണ്. അപ്പോൾ ഇത് കുറച്ച് ഏരിയ കൂടുതൽ കിട്ടും, കുറച്ച് ലെവൽ കിട്ടും. ആനയുടെ കാലിൻ്റെ നഖം വരച്ചേക്കാണ്. ഇനി അത് ഷേപ്പാക്കി എടുക്കും അല്ലേ? ഇനി ഇത് സഞ്ജയ് ഷേപ്പാക്കി ഇങ്ങനെ എടുക്കും. ഓക്കെ. അപ്പോൾ ഏകദേശം ഇന്നത്തെ വർക്ക് ഏകദേശം ഒരു 60% തീർന്നിരിക്കുകയാണ്. നാളെ സഞ്ജയുടെ കൂടുതൽ വിശേഷങ്ങൾ, സഞ്ജയുടെ മക്കളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇവരുടെയൊക്കെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. കാരണം ഇത് ഇനിയും ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 40% വർക്കുകൾ ഇനിയും ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ടെക്സ്ചർ അത് നാളത്തെ ഒരു 40% വർക്കോട് കൂടി അതിൻ്റെ ഫൈനൽ ഔട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അതിനുശേഷം ഞാൻ പറയാം. 7 മണിയാകുന്നു. അപ്പോൾ സൺലൈറ്റ് ഒക്കെ പോയി. അപ്പോൾ ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാൻ എല്ലാം ഡേ ലൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നാളെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഷൂട്ടിംഗ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. നമ്മളിപ്പോൾ 2ാമത്തെ ദിവസമാണ്. അത് മറ്റൊന്നുമില്ല, ഇന്നലെ നമ്മൾ രാത്രിയായി വന്നപ്പോൾ. രാത്രിയല്ല, നമ്മളൊരു ഉച്ച കഴിഞ്ഞു നമ്മൾ എത്തിയപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഇത് ഫിനിഷ് ചെയ്തിട്ട് നമ്മളിവിടുന്ന് 1-2 എപ്പിസോഡ് എടുക്കണമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അത് നടക്കുമോയെന്ന് അറിയത്തില്ല. ഹോളോ ബ്രിക്സ് തലയിലടിച്ച് പൊട്ടിക്കുന്നൊക്കെ എടുക്കണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊരു പക്ഷേങ്കിൽ നമ്മൾ ഇനി കൊച്ചി തന്നെ ചെന്നിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിൽ ചെയ്തു വെച്ച കാലാണ്. അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ആനയുടെ കാലിൽ നമ്മളിപ്പോൾ ടെക്സ്ചർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് ഇനി ക്ലോത്തൊക്കെ ഒട്ടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണിപ്പോൾ. ഇതാണ് SH ഫെവിക്കോളിൻ്റെ ആണ്. ഇത് കുറച്ച് കൊഴുത്തതാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള DDL ഉണ്ട്. DDL അല്ല, ഇത് SH ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് കൊഴുത്തിരിക്കും. ഇത് നമ്മൾ മേടിച്ച കോറ ക്ലോത്താണ്. അപ്പോൾ മല്ല് എന്ന് പറയും, നമ്മൾ ബാനറൊക്കെ എഴുതാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. മല്ലെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കിട്ടുന്നതാണ്. ഇത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. ഇതിലേക്ക് ഒട്ടിക്കുന്നത്.
ഇപ്പോ ഈ കാല് ഇപ്പൊ നമ്മൾ ക്ലോത്ത് ഒട്ടിച്ചിട്ട് നമ്മളിപ്പോ SH ക്ലോത്ത് ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വെയിൽ കൊണ്ട് ഒന്ന് ഉണങ്ങണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്ത പരിപാടി. സഞ്ജുളിയനൊക്കെ നിർമ്മിച്ച ഒരു മീൻകുളം ഉണ്ട് ഇവിടെ. ഇപ്പം മീനൊന്നും ഇല്ലല്ലേ? ഇപ്പം മീനൊന്നും ഇല്ലല്ലോ. മീനെ പിടിച്ചു പോയല്ലേ? ആഹാ, സഞ്ജുളിയൻ ഇറങ്ങി. ഇതിപ്പോ നമ്മള് ക്ലോത്ത് ഒക്കെ ഒട്ടിച്ച് ഒരുവിധം ഉണങ്ങി സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡാണ് വേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. വർക്ക് ഏകദേശമൊക്കെ തീർന്നിരിക്കുകയാണ്. നമ്മളിവിടെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോ ഇനി നമുക്ക് പോകേണ്ടത് ഒരു ചെറിയൊരു കലാകാരനുണ്ട്. ചെറിയതല്ല, ഒരു വലിയ കലാകാരൻ. ആ കലാകാരന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടെ പോയിട്ട് ഇത് കുറച്ചൊന്ന് ഡള്ളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കൊച്ചിക്ക് യാത്ര ചെയ്യാൻ. പണ്ട് സീരിയലൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ആർട്ട് ഡയറക്ടർ എന്നുള്ള ടൈറ്റിൽ വരുമ്പോൾ സന്തോഷ് തൂലിക, അനിൽ കുമ്പഴ എന്നായിരുന്നു രണ്ടുപേരുടെ ഒന്നിച്ചേർന്ന് ടൈറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ സന്തോഷ്, കാരണം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എറണാകുളത്തായി. സന്തോഷ് ഇവിടെ തന്നെയാണ്. കാരണം സന്തോഷിന് ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സന്തോഷിനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പിന്നെ സന്തോഷ് വർക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വരും, എന്തെങ്കിലുമൊക്കെ വർക്കുകളും ഒക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. സന്തോഷ് ഈ പറയുന്നതിനോട് സ്റ്റിക്കറിന്റെ വർക്കും ഒക്കെ ആയിട്ട് ഇപ്പൊ പത്തനംതിട്ടയിൽ ഇപ്പൊ സജീവമാണ്. ഈ ആളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ട് എഴുതുന്നത് ഒക്കെ വളരെ ഗംഭീരമായ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ ഫൈനൽ വർക്ക് ഇദ്ദേഹമാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കലാകാരൻ സന്തോഷ് തൂലിക. സ്റ്റിക്കറിന്റെ വർക്ക് ഇപ്പൊ പത്തനംതിട്ടയാണ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്, ഇവരുടെ തിരുന്നുള്ള അല്ലേ വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. പെർഫെക്റ്റ് വർക്കാണ് അല്ലേ മച്ചാ? അപ്പൊ തുടങ്ങാം. തൂലിക അഡ്വർടൈസ്. ഇത് ഏകദേശം 30 വർഷം മുമ്പുള്ളൊരു ബോർഡാണ്. ചുമ്മാ ഞാനിവിടെ കിടക്കുന്ന കണ്ട ഞാൻ ഇങ്ങനെ എടുത്തു നോക്കിയത്. സന്തോഷിന്റെ അന്നത്തെ 30 വർഷം മുമ്പുള്ള കരവിരുതായി കാണുന്നത്. ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഈ സന്തോഷ് എന്ന് പറയും. സന്തോഷ് പാപ്പനംകോട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന് ഞങ്ങൾ ഓപ്പോൾ എന്ന് പറയുന്ന ഒരു സീരിയലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വീട് സെറ്റ് ഇട്ടില്ല അല്ലേ? ഒരു വീട് സെറ്റ് ഇട്ടിട്ട് ആ വീട്ടില് ഈ ഷോർട്ട് സർക്യൂട്ട് മൂലം വീടിന് തീ പിടിക്കുന്നതാണ് ആ സീൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പെട്രോളും ഡീസലൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഈ സെറ്റിട്ട ഓലയുടെ പുറത്തേക്ക് ഒഴിക്കുന്നത് അങ്ങനെയാണ്. പെട്രോളും ഡീസലൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെട്രോളും ഡീസലൂടെ മിക്സ് ഒഴിക്കുമ്പോൾ തീയെ കത്തുകയും ചെയ്യും, പക്ഷെ ആളി കത്തത്തില്ല. എന്നാൽ പതുക്കെ അത് കത്തി വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്തേക്ക് ഒരാളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ആ സമയത്ത് സന്തോഷൊക്കെ ഇങ്ങനെ ഓടി നടന്ന് നമ്മൾ മോണിറ്ററിന് എടുത്തായിരുന്നില്ലേ? ഇവരെല്ലാം മോളില്, ഞാൻ മോണിറ്ററിന് എടുത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ സന്തോഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് പെട്രോൾ കൊണ്ടുവന്നിട്ട് പെട്രോൾ മാത്രം, അതായത് ഡീസലും അതുകൂടെ മിക്സ് ചെയ്ത് എടുക്കാതെ, ഇവൻ അറിയുന്നില്ല, ഈ പെട്രോൾ മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഓലയിലേക്ക് അതെ 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 അതായത് ഈ ക്രൗഡ് ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് വീട് തീ കത്തുന്നത് കണ്ടിട്ട് ആൾക്കാരെല്ലാം വന്നിട്ട് തീ അണയ്ക്കും. അപ്പൊ ഈ തീ അണയ്ക്കാൻ വരുന്ന സമയത്തേക്ക് നമ്മൾ വെള്ളം ആൾക്കാർ കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒഴിക്കുന്നുണ്ട്, പിന്നെ ഈ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ പെട്രോൾ ഡീസലൂടെ മിക്സ് ചെയ്ത് ഒഴിക്കും. നമ്മൾ ഇടയ്ക്ക് നിന്നിട്ട് ആ ഒഴിക്കുമ്പോൾ തീ പലയിടത്തായിട്ട് ആളി കത്തും. ഒരിടത്ത് വെള്ളം ഒഴിക്കുമ്പോൾ വേറൊരിടത്ത് ആളി കത്തും. ഇങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അത് വിഷ്വൽ ബ്യൂട്ടിക്കും അങ്ങനെ ചെയ്യുന്നതാണ്. ഇവ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ഒരു ബക്കറ്റ് പെട്രോൾ കൊണ്ടുവന്നിട്ട് അങ്ങ് ഒഴിച്ചു കളഞ്ഞു. അങ്ങനെ അവനെ ഫുള്ള് കത്തി അങ്ങനെ ഓടി വരുന്നു. ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ് ഇങ്ങനെ ഭൂമി കിടക്കുന്നത്. അവിടുന്ന് ഓടി 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 വന്നിട്ട് പിന്നെ ഞങ്ങള് കുറെ നനഞ്ഞ ചാക്കുകൾ അതുപോലെ വലിയ ബാരലിനകത്തൊക്കെ ഈ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. അത് അവനറിയാം. അതിന്റെ സ്ഥലത്തേക്കാണ് ഓടി വരുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ എന്താ ബിനു എന്തോ അവന്റെ പേര് മറ്റേ സ്വിച്ച് ബോർഡിൽ ഇരിക്കുന്നത് മെയിൻ ബോർഡിലെ ബിനുന്നോ അങ്ങനെ കണ്ട് പറയുന്ന ഒരു ബോർഡിലിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ഈ യൂണിറ്റിന്റെ ബോർഡിലിരിക്കുന്ന ആളുണ്ട്. പുള്ളി അവനെ ചവിട്ടി തള്ളി താഴെ ഇടുകയാണ്. പിന്നെ നനഞ്ഞ ചാക്ക് വെച്ചിട്ട് ഞങ്ങൾ മണ്ടയിലൊക്കെ അടിച്ച് മൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ ആ ജീപ്പിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തേക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ തൊലിയൊക്കെ ഇങ്ങനെ പോയിട്ട് ഈ മാംസം കത്തിയിട്ടുള്ള ഒരു ഗന്ധമാണ് നമുക്കിങ്ങനെ വരുന്നത്. അത്രയും ഇതായിരുന്നു. അത് ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി. അവിടെ PRS ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി. അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു. ഇപ്പം ആർട്ട് ഡയറക്ടറുടെ ഒക്കെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു അനുഭവമായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ വർക്ക് ചെയ്തൊരു വർക്കിലായിരുന്നു അതുണ്ടായത്. ആനക്കാല് ഏകദേശം നമ്മൾ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ ഈ ആനക്കാലുമായിട്ട് നമ്മൾ തൃശ്ശൂരാണ് നമ്മൾ ആനയൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി ആനയെ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഭാഗമൊക്കെ ഇനി കുറച്ചുകൂടെ ഡള്ള് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസമാണ് ഇനി നമ്മൾ ആനയെ വെച്ച് ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരുപാട് സമയം പോയി. കാരണം ഇപ്പൊ തന്നെ ഏകദേശം 5:45 6 മണിയാകുന്നു. സൺലൈറ്റ് ഒക്കെ പോയി. ഇനി ഇവിടുന്ന് നമ്മൾ ഓടി എത്തണം പത്തനംതിട്ടയാണ്. ഈ എപ്പിസോഡ് പല സ്ഥലങ്ങളിലായിട്ട് പല കലാകാരന്മാരെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാരണം ഇത് വേണമെങ്കിൽ എനിക്ക് നമ്മുടെ ഗോഡൌണിൽ വെച്ച് തന്നെ ഇത് തീർക്കാം, നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ പല കലാകാരന്മാരെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് ലെങ്ത് ആകുന്നുണ്ട്. പക്ഷെ ആ ലെങ്ത് നമുക്ക് എന്താ പറയുക, അങ്ങനെ ആകുന്നത് കൊണ്ട് നമുക്ക് ഒറ്റ എപ്പിസോഡിൽ ഇത് ഒരിക്കലും ഒതുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ കാല് വെച്ചിട്ട് ഷൂട്ട് ചെയ്തത്, എങ്ങനെയാണ് ഈ ഡെമ്മിക്കാല് ആനയുടെ കാലുകളും തമ്മിൽ എങ്ങനെയാണ് മാച്ച് ആയത്, എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഈ നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഇതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.